കേണൽ എസ് ഡിന്നി, ഇപ്പോൾ റിട്ടയർഡ് എസ് പി സുഭാഷ് ചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ കൃത്യമായ ഒരു പോലീസിന്റെ നിഷ്ക്രിയത്വം നമുക്കവിടെ കാണാൻ കഴിയും. ഇതിന്റെ തുടക്കം മുതൽ ഇപ്പോൾ TVKയുടെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും മദ്രാസ് ഹൈക്കോടതിയിലടക്കം ഈ നിയന്ത്രണാതീതമായ ഈ ജനക്കൂട്ടത്തെക്കുറിച്ച് കോടതി പരാമർശം വന്നിട്ടുണ്ട്. കോടതി ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ വിജയുടെ പാർട്ടി അത് ഒരു തരത്തിലും അംഗീകരിക്കാതെ മുന്നോട്ട് പോയ സംഭവങ്ങളാണ് പിന്നീടും നമ്മൾ കണ്ടത്. ഈ സംഭവത്തിന്റെ തൊട്ട് മുൻപ് നാമക്കലിൽ നടന്ന റാലിയിലും പങ്കെടുത്തത് 1,00,000-ലധികം പേരാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കരൂരിലേക്ക് ഈ റാലി എത്തുമ്പോൾ സ്വാഭാവികമായും ഇതേ ജനക്കൂട്ടം അവിടെ ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി പോലീസ് അറിയണമായിരുന്നു. ഒപ്പം തന്നെ സംഘാടന പിഴവിനൊപ്പം തന്നെയാണ് പോലീസ് ഇത്തരം സംഭവങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ്. അതിപ്പോൾ BJPയുടെ റാലി ആയാലും DMKയുടെ ആയാലും AIDMKയുടെ ആയാലും അത്തരം റാലികൾ കണ്ട് ശീലിച്ച് പരിചയമുള്ള പോലീസ് സംവിധാനമാണല്ലോ ഒരു സംസ്ഥാനത്ത് നിലവിലുണ്ടാകുക. ഇത് എന്തുകൊണ്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ചില പൊരുത്തക്കേടുകൾ, ആ സാഹചര്യം സംബന്ധിച്ച് ചില പൊരുത്തക്കേടുകൾ വരികയാണ്. വളരെ കൃത്യമായി ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കരൂർ ബസ് സ്റ്റാൻഡ് റൗണ്ട് എബൌട്ടിൽ ആദ്യം TVK സ്ഥലം ചോദിക്കുകയാണ്, മറ്റൊന്ന് ലൈറ്റ് ഹൗസ് ഏരിയയിൽ ചോദിക്കുകയാണ്. ഈ രണ്ടിടത്തും അനുമതി നൽകാതെ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വേലുച്ചാമിപുരം എന്ന് പറയുന്ന ഈ ഹൈവേയോട് ചേർന്ന് ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് അനുമതി കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഒരു ദുഷ്ടലാക്ക് ഒളിഞ്ഞിരിപ്പില്ലേ? തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. ഇത് ഞാൻ കാണുന്നതും ഇത് DMK ഗവൺമെന്റ് മനഃപൂർവ്വമായിട്ട് വരുത്തിവെച്ച ഒരു ദുരന്തമായിട്ട് നമുക്ക് കാണാം. കാരണം മാഡം പറഞ്ഞ പോലെ നോക്കൂ, ശ്രീ വിജയ് ഇത് ആദ്യമായിട്ടല്ല ഒരു റാലി ഇതുപോലെ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അദ്ദേഹം ധാരാളം റാലീസ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ നമ്മൾ കണ്ടു. അതിനകത്തൊക്കെ വൻ ജനങ്ങളാണ് വന്നിട്ടുള്ളത്. കാരണം ഒന്ന്, അദ്ദേഹത്തിനോടുള്ള ആരാധന മൂലം വലിയ രീതിയിലുള്ള ആളുകൾ വരുന്നുണ്ട്. അത് ഇവരെല്ലാം കാണുന്നുമുണ്ട്. അതാണല്ലോ കാരണം DMK ഗവൺമെന്റും ഇദ്ദേഹത്തിന് നോട്ടീസ് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒന്നും പറയരുത് എന്ന് വരെയുള്ള ഒരു നിർദ്ദേശം അവർ കൊടുക്കുകയൊക്കെ ചെയ്തത്. കാരണം ഇപ്പൊ നോക്കൂ, ഈ ഒരു സംഭവം ഇന്നലെ നടന്ന ഈ സംഭവത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് ബാക്ക് ഫുട്ടിലായിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് ഇതിനകത്ത് ക്ഷീണം സംഭവിച്ചിട്ടുള്ളത്? അത് ശ്രീ വിജയാണ്. ശ്രീ വിജയ് ആരെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്? അത് DMK ഗവൺമെന്റിനാണ്. അപ്പം ആരുടെ ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരു കാര്യം നടക്കുക? അത് DMK ഗവൺമെന്റിന് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ അത്ര ആ രീതിയിലുള്ള ഒരു കാര്യമല്ല പുറത്തോട്ട് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചോദ്യം, ഈ പോലീസിനെ സംബന്ധിച്ചുള്ള നമുക്കറിയാം, പോലീസിന്റെ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. പോലീസിന്റെ അവരുടേതായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഒരു കാര്യം, അതായത് മുൻകൂട്ടി കാണാൻ, ആന്റിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അവർക്കുണ്ട്. ഒരു റാലി നടക്കാൻ പോവുകയാണ്. അപ്പൊ ആ റാലി, പ്രത്യേകിച്ച് ശ്രീ വിജയ് പോലുള്ള വലിയ രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു റാലി നടക്കാൻ പോകുമ്പം എത്രമാത്രം ആളുകൾ വരും എന്നുള്ള ഒരു ബ്രോഡ് കണക്ക് അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈവേ, അതായത് കരൂർ ഈറോഡ് ഹൈവേക്ക് ഏതെങ്കിലും ഒരു റാലി അങ്ങനെ നടത്താൻ പറ്റുമോ? ആ റോഡ് തന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ഡിവൈഡർ പോലെ ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് അത്ര ഫ്രീ ആയിട്ട് പോകാൻ പറ്റത്തില്ല. 2-way റോഡാണ്. ആ റോഡിൽ നടത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു കാരവാൻ ബസ് വന്നു കഴിഞ്ഞാൽ, ഇത്രയും ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ 100% ആയിട്ട് ഒരു പബ്ലിക് പ്രോബ്ലം വരും എന്നുള്ളത് ആർക്കും, ഒരു പോലീസിൽ വേണ്ട, വേറെ ആർക്കും, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പുറത്ത് നിൽക്കുന്ന ഒരു സാധാരണക്കാർക്ക് മനുഷ്യനും അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. നമ്മളെയൊക്കെ നാട്ടിലൊക്കെ എത്രയോ ഈ ഇതുപോലത്തെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ എന്താണ് ചില ഏരിയകളിൽ പോലീസ് പറയുന്നത് ഇവിടെ പോണ്ട, കാരണം അവിടെ ഏരിയ കുറവാണ്, അപ്പൊ അവിടെ ഒഴിവാക്കാൻ പറയും. ഏരിയ കുറവുള്ള സ്ഥലത്തേക്ക് വിജയ് പോലുള്ള ഒരാളുടെ ഒരു റാലിക്ക് എങ്ങനെയാണ് പെർമിഷൻ കൊടുത്തത്? പിന്നെ രണ്ടാമത് പെർമിഷൻ കൊടുത്തു, ശരി, അത് കഴിഞ്ഞിട്ട് 3 മണി വരെ ഉള്ള സമയമേ ഉള്ളായിരുന്നു അവർക്ക് കൊടുത്തത്. റൂൾസ് അവർ ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നത് ആരാണത് എൻഫോഴ്സ് ചെയ്യേണ്ടുള്ളത്? പോലീസാണ് എൻഫോഴ്സ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അത് എൻഫോഴ്സ് ചെയ്തില്ല? അവർ പറയുന്നത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അറ്റ്ലീസ്റ്റ് അവർക്ക് അത് എൻഫോഴ്സ് ചെയ്യാമെന്ന രീതിയിൽ നേരത്തെ ശ്രീ സുഭാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കറിയാം, ഒരു വലിയ രീതിയിലുള്ള ക്രൗഡ് വരെയാണെങ്കിൽ അതിനെ സോണുകളായിട്ട് മാറ്റാം. അതെന്തെങ്കിലും രീതിയിൽ അവിടെ നമ്മൾ കണ്ടോ? നമ്മൾ ആ ഡ്രോൺ വിഷൻസ് കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു രീതിയിലുള്ള ബാരിക്കേഡോ ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷനോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഇവർ ഈ രീതിയിലുള്ള ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? ബേസിക്സ് ആണ്. ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനുള്ളത് ബേസിക് എന്ന് പറഞ്ഞാൽ സോൺ ആയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റി നിർത്തുക. കാരണം ഇപ്പൊ 1,00,000 ആളുകളുണ്ട്. ഇതിനെ തന്നെ ഒരു കുറച്ചായിട്ടുള്ള രീതിയിലേക്ക് സോണിലേക്കൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് ചെയ്തില്ല? ഇതൊന്നും പ്രൊഫഷണൽ ആയിട്ടിരിക്കുന്ന പോലീസുകാർക്ക് അറിയാത്തതുകൊണ്ടാണോ? അല്ല. അപ്പൊ ആരോ എവിടെയോ നിന്നുള്ള നിർദ്ദേശം, അതായത് ഗോ സ്ലോ,
അല്ലെങ്കിൽ ഒന്ന് അടങ്ങി നിൽക്കൂ എന്നുള്ള രീതിയിലേക്കുള്ള എന്തോ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിച്ചാൽ നമുക്ക് ആരെങ്കിലും അതിന് എതിരഭിപ്രായം പറയാൻ പറ്റുമോ? ഇനി നമ്പർ ഓഫ് പോലീസ്, നേരത്തെ പറഞ്ഞ പോലെ 500 പോലീസ് ഉണ്ടെന്നാണ് ഒഫീഷ്യൽ ആയിട്ട് അവർ പറയുന്നത്. ഇത്രയും വലിയൊരു ആളുകൾ 500 പോലീസ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെ ശബരിമലയിലൊക്കെ പോകുമ്പോൾ എത്രമാത്രം ആയിരക്കണക്കിന് പോലീസുകാർ അവിടെ നിന്നിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ പോലും ചില സമയത്ത് അത്രയും പ്രശ്നങ്ങളൊക്കെ വരുന്നില്ല. ഇവിടാണ് ഒരു ലക്ഷത്തിനടുപ്പിച്ചാണ് ആളുകൾ. ഇപ്പൊ 50,000 ഒരു കണക്ക് പറയുന്നെങ്കിലും ഏകദേശം വിഷ്വൽസ് കാണുമ്പം അദ്ദേഹം തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഈ സ്ഥലം വരെ ഏകദേശം 1 ലക്ഷം ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ആളുകൾ ഇതിന്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ 1 ലക്ഷത്തോളം ആളുകൾക്ക് 500 പോലീസ് കൊണ്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് സാധ്യം? നാലാമത്തെ ചോദ്യം, 7 മണിക്ക് അടുപ്പിച്ച് വിജയ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അരമണിക്കൂർ ലൈറ്റ് ഇല്ല. ആ സ്ഥലത്ത് മാത്രം ലൈറ്റ് പോയി. എങ്ങനെയാണ് ആ ലൈറ്റ് പോയത്, അവിടുത്തെ കറണ്ട് പോയത്? ആരാണ് അതിന്റെ ഉത്തരവാദി? അതായത് ഇങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ റാലി അവിടെ നടക്കുമ്പോൾ ഇതിന്റെ ഒരു ബാക്കപ്പോ ഇതിന്റെ ഒരു മെക്കാനിസവും നടക്കാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെങ്ങനെയാണ് ആ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ. അപ്പൊ എന്ത് പറ്റി? ഇദ്ദേഹം സംസാരിക്കുന്ന ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ കാണാൻ പറ്റുന്നില്ല, കുറച്ചും കൂടെ ആളുകൾ അടുത്തടുത്ത് വരാനുള്ള ശ്രമം നടത്തി. അപ്പം ഈ രീതിയിലുള്ള പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ലാത്ത രീതിയിൽ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, അതായത് ആംബുലൻസുകൾ. ഇപ്പം ഇത്രയും വലിയ ഒരു രീതിയിലേക്ക് ആ ആംബുലൻസിനെ കറക്റ്റ് ആയിട്ട് ഈ ജനങ്ങളുടെ നടുക്കാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഒരു എക്സിറ്റിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കടന്നു പോകാനുള്ള യാതൊരു മെക്കാനിസവും ഇല്ല. നമ്മൾ കണ്ട ഒഫീഷ്യൽസിൽ ശ്രീ വിജയൊക്കെ പറയും നമ്മളെ കൊടിയൊക്കെ കണ്ടിട്ടുള്ള ആംബുലൻസ് ആണോ എന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് അത് നടന്നതാണ്. അപ്പൊ ആംബുലൻസിനെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വെച്ചിട്ടില്ല അഡ്മിനിസ്ട്രേഷൻ അവിടെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? പിന്നെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ശ്രീ വിജയ് അവിടുന്ന് പറന്ന് അങ്ങ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പം DMK മിനിസ്റ്ററും ശ്രീ സെന്തിൽ ബാലാജി അവിടെ തന്നെ ഉണ്ടായിരുന്നു. വിത്തിൻ മിനിറ്റ്സ് അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ എത്തി. ശ്രീ സ്റ്റാലിനും അവിടുന്ന് മണിക്കൂറുകൾക്കകം ഹോസ്പിറ്റലിൽ എത്തി. അപ്പൊ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്കൊന്ന് വരും ദിവസങ്ങൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും വലിയ ഒരു വില അവിടുത്തെ സാധാരണക്കാര ആളുകൾക്കുണ്ട്. നമുക്കൊക്കെ വേണമെങ്കിൽ പറയാം ഇത് അമിതമായിട്ടുള്ള താരാരാധനയാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷന്റെ ഫെയിലിയർ എന്നാണ്. ഒരു പബ്ലിക് റാലി ഇപ്പൊ വിജയ് പോലുള്ള ഒരു നടന് പറയാൻ പറ്റില്ല ഞാൻ 10,000 അല്ലെങ്കിൽ 12,000 ആളുകളെ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ അവർ കൂടുതൽ വന്നു ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ റാലി നടത്തുന്നവർക്ക് പറയാൻ പറ്റും ഞാൻ വിചാരിച്ച വേണ്ടി കൂടുതൽ വന്നെന്ന്. അത് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് പബ്ലിക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്, പോലീസാണ് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു വരാൻ സാധ്യതയുണ്ട്, അതിനു വേണ്ടിയുള്ള നടപടികൾ അവരെടുക്കണമായിരുന്നു. അതെടുത്തിട്ടില്ല എന്നുള്ളത് 100% അത് ക്ലിയർ ആണ്. അതുകൊണ്ട് ഞാൻ കാണുന്നത് ഇത് പൂർണ്ണമായിട്ടും, അഫ്കോഴ്സ് ഞാൻ അതിന് ശ്രീ വിജയ് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള തെറ്റുകൾ അദ്ദേഹം തന്നെ അത് വിശദീകരിക്കും, മറ്റു കാര്യം. പക്ഷെ ആസ് എ സ്റ്റേറ്റ് DMK ഗവൺമെന്റിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ്. അവരതിനെ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല, കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ചെയ്തില്ല. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള മെക്കാനിസവും ഇത്രയും വലിയൊരു ദുരന്തത്തിന് വേണ്ടി തടയാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും.